അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു തൻ്റെ പ്രിയപ്പെട്ട മകൾ ആയിഷത്തു സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹയ്ക്കെതിരിൽ അപവാദ പ്രചരണത്തിൽ പങ്കായ മിസ്തഹ് റളിയല്ലാഹു തആല അൻഹുവിനെതിരിൽ ഈ വാക്ക് പറഞ്ഞിരുന്നതായി കാണാം. വല്ലാഹി ലാ ഉൻഫിഖു അലാ മിസ്തഹ്. അന്ന് വരെ മിസ്തഹിൻ്റെ ജീവിതത്തിന് ആവശ്യമായ മുഴുവൻ കാര്യങ്ങളും ചെലവാക്കിക്കൊണ്ടിരുന്നത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. പക്ഷെ തൻ്റെ മകൾക്കെതിരിൽ അദ്ദേഹം ഈ നിലയിലൊരു മോശമായ പ്രവൃത്തിയിൽ പങ്കായെന്നറിഞ്ഞ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു വളരെ വിഷമത്തോടുകൂടി പറഞ്ഞു, വല്ലാഹി ലാ ഉൻഫിഖു അലാ മിസ്തഹ്. ഞാനിനി മിസ്തഹിന് ഒന്നും കൊടുക്കൂല, ഒരു കാര്യവും മിസ്തഹിന് വേണ്ടി ചെലവാക്കൂല. പക്ഷേ ഇത്ര കടുത്ത തീരുമാനമെടുത്ത അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ മനസ്സിനെ മാറ്റാൻ വിശുദ്ധമായ ഖുർആനിൻ്റെ ഒരൊറ്റ ആയത്തിന് സാധിച്ചു. അലാ തുഹിബ്ബൂൻ അൻ യഗ്ഫിറല്ലാഹു ലക്കും. അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരുന്നതിനെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലേ? നിങ്ങൾ ലോകത്തെ സൃഷ്ടികൾ നിങ്ങളോട് എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങൾ കാണിക്കുമ്പോൾ അതിൽ നിങ്ങൾ പുറത്തു കൊടുക്കുന്നതിലൂടെ അള്ളാഹുവിൻ്റെ ഏറ്റവും ഉയർന്ന മഗ്ഫിറത്ത്, പാപമോചനം നിങ്ങൾ കരസ്ഥമാക്കുന്നതിന് നിങ്ങൾക്ക് ഇഷ്ടമില്ലേ? ഈ ആയത്ത് കേട്ട് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞ മുഴുവൻ കാര്യങ്ങളെയും പിൻവലിക്കുകയും മിസ്തഹിന് വേണ്ടി വീണ്ടും ചെലവാക്കാൻ ആരംഭിക്കുകയും ചെയ്യും. നമ്മളും ഈ ആയത്ത് ഇപ്പോഴും അല്ലാതെയും ഒക്കെ ഒരുപാട് പ്രാവശ്യം കേട്ടിട്ടുണ്ട്. പക്ഷെ നമുക്കങ്ങനെ പുറത്തു കൊടുക്കാൻ എപ്പോഴെങ്കിലും സാധിച്ചിട്ടുണ്ടോ? അങ്ങനെ സാധിച്ചിട്ടില്ല എങ്കിൽ ദാ ഈ നിമിഷം മുതൽ അതിനുവേണ്ടി തയ്യാറെടുക്കുക. നമ്മളോട് എന്ത് കാണിച്ചവരാണെങ്കിലും ശരി, അവർക്ക് പുറത്തു കൊടുക്കാനും അവരോട് നല്ല സമീപനങ്ങൾ നടത്താനും പരിശ്രമിക്കുക.